ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന കേരള റബ്ബർ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ പ്രൊജക്ട് എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള റബ്ബർ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ പ്രൊജക്ട് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ആൻഡ് മാനേജർ, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്നീ പോസ്റ്റുകളിലേക്ക് കോൺട്രാക്ട് ബേസിസിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BTech ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മിനിമം 2 വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 35 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. 1/1/2026 വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. 35,000 രൂപയാണ് മാസം സാലറി ആയിട്ട് ഈ പോസ്റ്റിലേക്ക് ലഭിക്കുന്നത്. മാനേജർ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ ICWA എന്നിവയിൽ ഏതെങ്കിലുമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻസ് ഫങ്ഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള 8 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 45 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. 1/1/2026 വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. 79,000 രൂപ മുതൽ 89,000 രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 14/1/2026 28/1/2026 5 മണി വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് എക്സാം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. സ്ക്രൂനിറ്റി ടെസ്റ്റിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അപ്ലിക്കൻസിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഇൻ്റർവ്യൂ വഴിയാണ് പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട സൈസും ഫോർമാറ്റും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കാവുന്നതാണ്. ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. CMD വഴി ഓൺലൈനായി മാത്രമേ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനാവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരള ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന കേരള റബ്ബർ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ പ്രൊജക്ട് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ, മാനേജർ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്നീ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 28/1/2026 വരെ ഓൺലൈനായിട്ട് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.